മാഷെ നമസ്കാരം. നമസ്കാരം. മന്തി പോസ്റ്റർ വിവാദത്തിൽ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേർത്തലയിലെ മെഹർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്, മെഹർ മന്തി ആൻഡ് ഗ്രിൽസ്, അവരാണ് വിഷു ആശംസകളുടെ ഭാഗമായിട്ട് പങ്കുവച്ച പോസ്റ്ററിൽ അതിൽ ശ്രീകൃഷ്ണനുണ്ട്, അതിൻ്റെ തൊട്ട് മുമ്പിലെ ഇലയിൽ കുഴിമന്തിയും വെച്ചിരിക്കുകയാണ്. ഇതാണ് ഒരു പറ്റം വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദമായിരിക്കുന്നത്. ആ ഉടമയെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു, കലാപാഹ്വാനത്തിന് ശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കറിയാലോ, നമ്മളെ മലയാളത്തിലെ അറിയപ്പെടുന്നൊരു എഴുത്തുകാരനും സിനിമാ പ്രവർത്തകനൊക്കെയാണ് വി.കെ. ശ്രീരാമൻ. അദ്ദേഹം ഈ കുഴിമന്തിയുമായി ബന്ധപ്പെട്ടിട്ട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിപ്രായം പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, മലയാള ഭാഷയ്ക്ക് ഇത്രമാത്രം മാലിന്യം വിതച്ച ഒരു വാക്ക് മറ്റൊന്നുമില്ല എന്നാണ്. അതായത് തന്നെ കേരളത്തിൻ്റെ ഏകാധിപതിയായി അവരോധിക്കുകയാണെങ്കിൽ കുഴിമന്തി എന്ന് പറയുന്ന വാക്ക് ബാൻ ചെയ്ത് കളയും, നിരോധിച്ച് കളയുമെന്നാണ് അദ്ദേഹം അഭിപ്രായം പങ്കുവച്ചത്. എന്താണ് മാഷിന് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, ഇതിൻ്റെ അകത്ത് ആദ്യത്തെ വിഷയം, അതായത് വിഷു എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ആഘോഷം, ഒരാഹ്ലാദം, ഒരനുഭവം അല്ലെങ്കിൽ അനുഭൂതി എന്നത് മലയാളി നെഞ്ചേറ്റുമ്പോൾ മലയാളിയുടെ വിശ്വാസ പ്രമാണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മാത്രമല്ല, ഭൂതകാല അനുഭൂതിയും അതിനൊപ്പം അവനിങ്ങനെ നുകരുന്ന ഒരു സമയം. അത് മിക്കവാറും തന്നെ നമുക്ക് വിഷുക്കണി എന്ന് പറയുന്നതിൽ നമ്മൾ കാണുന്നുണ്ട്. വിഷുക്കണി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സിനൊരു കുളിർപ്പുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. അതാണ് കണി എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് ഒരുങ്ങുന്നത്. ആ കാഴ്ച ദൃശ്യത്തെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ശരിക്കും പറഞ്ഞ ഒരു ഡീകൺസ്ട്രക്ഷൻ പ്രോസസ്സിലൂടെ മെഹർ എന്ന് പറയുന്നതായിട്ടുള്ള ഈ വ്യാപാര സ്ഥാപനം പൊളിച്ചെടുക്കുകയും അവരെ നശിപ്പിച്ച് കളഞ്ഞു. ശരിക്കും പറഞ്ഞിട്ട് കൺസെപ്റ്റുകളെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞത്. വിശ്വാസ പ്രമാണങ്ങളെ നശിപ്പിക്കൽ മാത്രമല്ല, മലയാളി കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ഒരു കൺസെപ്റ്റിനെയാണ് അവരെന്ത് ചെയ്യുന്നത്, തകർത്ത്. കച്ചവട കണ്ണ് മാത്രമാണ് അവർക്ക് അതിൻ്റെ അകത്തുള്ളത്. മറ്റു പലരും വിചാരിക്കുന്നത് പോലെ അതിൻ്റെ അകത്തൊരു ജാതിയോ അതുപോലെ തന്നെ തീവ്രവാദമോ ഒന്നും ആരോപിച്ചില്ല എങ്കിൽ പോലും അതെന്തൊരു വൃത്തികെട്ട കച്ചവടമാണ് എന്നുള്ളതാണ് പ്രശ്നം. കാരണം കച്ചവടത്തിന് ഇങ്ങനെ എന്ത് കാര്യം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പുതിയ കാലത്തെ ഈ മാർക്കറ്റിംഗ് ഫിലോസഫിയുടെ ഭാഗമായിട്ട് സംഭവിച്ചിരിക്കുന്ന ദുരന്തമാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസവും മതവും ആചാരവും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് അത് മറ്റുള്ളവരുടെ വികാരങ്ങളെ കൂടി വ്രണപ്പെടുത്തുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് രീതിയിലും എതിർക്കാവുന്നതാണ്. ഒന്ന്, മലയാളി എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു സങ്കല്പത്തെ ഉടച്ച് വൃത്തികേടാക്കുന്ന ഒരു പ്രക്രിയ. രണ്ടാമത് ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൈകാരികമായിട്ടുള്ള മേഖലയെ കത്തിവെക്കുന്ന അല്ലെങ്കിൽ വികൃതമാക്കുന്ന ഒരു പ്രക്രിയയായിട്ട് നമുക്കതിനെ കണക്കാം. അതിലൊന്നും ചർച്ചയുടെ കാര്യമൊന്നുമില്ല. അതങ്ങനെയാണ്, വൃത്തികേടാണ്. അതിപ്പോൾ മുസ്ലിമിനെ വിളിച്ചു ചോദിച്ചാൽ അവൻ പറയുന്നത് ശരിയായില്ല എന്നേ അവർ പറയാൻ സാധ്യതയുള്ളൂ. ക്രിസ്ത്യാനിയെ വിളിച്ചു ചോദിച്ചാൽ അങ്ങനെയാണ്. എല്ലാവരും അത് ശരിയല്ലാത്തൊരു കാര്യം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ തന്നെ അവനെ പോലീസ് പൊക്കിക്കൊണ്ടുപോയി എന്നുള്ള കാര്യമാണ്. പോലീസ് പൊക്കലല്ല ഇവിടെ പ്രശ്നം. എങ്ങനെ മനുഷ്യർക്ക് കേരളത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മളെ വളരെയധികം ബുദ്ധിമുട്ട് ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഇത് ഇത്രയും ചെറിയൊരു വിഷയം മതി ഒരു വലിയ കലാപം ഉണ്ടാവാനായിട്ട്. അല്ല, വർഗീയ കലാപങ്ങളുടെ ഒരു സ്വഭാവം എപ്പോഴും അങ്ങനെയാണ്. ഒരു തീപ്പൊരി കൊണ്ട് അത് ആളിപ്പടർന്ന് വലിയ തരത്തിലേക്ക് മാറിത്തീരുകയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള മനുഷ്യരുടെ ജീവനും അതേപോലെ സ്വത്തിനും യാതൊരു സുരക്ഷയില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും. കേരളത്തിൽ തൽക്കാലം അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കുറേ കൂടി ഈ വിഷയങ്ങളെ വൈബ്രൻ്റായിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിപരമായി നമ്മളതിനെ പരിശോധിക്കുന്നുണ്ട്. വികാരപരം മാത്രമാണെങ്കിൽ രക്ഷയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആ മെഹർ എന്ന് പറയുന്ന ചായക്കടക്കാളിൽ കത്തിച്ചളഞ്ഞതിന് വേണ്ടി. അപ്പോൾ അതങ്ങനെ വൈകാരികമായി പോകുന്നില്ല. പക്ഷേ ശരിയല്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊപ്പമാണ് നമുക്ക് ശ്രീരാമൻ്റെ പ്രസ്താവന എന്ന് പറയുന്ന സാധനം. അതിൽ ഒരു പറ്റം മലയാളികൾ കുഴിമന്തിയെ വെറുക്കുന്നുണ്ടോ? അല്ല, കുഴിമന്തി എന്ന് പറയുന്ന വാക്കും കുഴിമന്തി എന്ന് പറയുന്ന ഭക്ഷണവും വ്യത്യസ്തമാണ് ശരിക്കും പറഞ്ഞാൽ. ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ടാകും. ആ ഇഷ്ടപ്പെടുന്നവർ പോലും കുഴിമന്തി എന്ന് പറയുന്ന വാക്കിനെ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം അത് ഒരു കുഴിമന്തി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു രുചിബോധം എന്നൊക്കെ പറഞ്ഞ് ഈ ശവക്കുഴി പോലെ ഉള്ളൊരു സംഭവത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇവിടെ ആരും കാര്യമായ ഗവേഷണം നടത്താത്തതിൻ്റെ പേരിൽ വിഷയങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്.
സത്യത്തിൽ അത് ഗവേഷണം നടത്തിയ അത്തരത്തിലുള്ള വാക്കുകൾ നല്ലതല്ല എങ്കിൽ, മോശമായിട്ടുള്ള ഒന്നിനെയാണ് അത് ധ്വനിപ്പിക്കുന്നതെങ്കിൽ അത് മാറ്റാം. അത് മാറ്റുന്ന നല്ലതാണ്. ശ്രീരാം പറഞ്ഞതുപോലെ അത് പറയുമ്പോൾ ചിലപ്പോൾ അതിനെതിരെയും ഒരുപാട് വാദങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പം ഈ എസ് ശാരദക്കുട്ടിയെ പോലുള്ള ഇടത് സാംസ്കാരിക പ്രവർത്തകയൊക്കെ ഈ വിഷയത്തിൽ ഈ കുഴിമന്തി ശ്രീരാമന്റെ അഭിപ്രായം അനുകൂലിച്ചുകൊണ്ട് പങ്കുവച്ചത്, കുഴിമന്തി എന്ന് കേൾക്കുമ്പോൾ പെരിച്ചാഴി പോലെ ഒരു കട്ടിത്തൊലിയുള്ള തൊരപ്പൻ ജീവിയെ ഓർമ്മ വരുമെന്നാണ്. അതേപോലെ വി.കെ. ശ്രീരാമൻ അന്ന് പങ്കുവച്ചത് ഒന്ന് വായിക്കാം. ഒരു ദിവസത്തേക്ക് എന്നെ കേരളത്തിന്റെ ഏകാധിപതിയായി അവരോധിച്ചാൽ ഞാൻ ആദ്യം ചെയ്യുക കുഴിമന്തി എന്ന പേര് എഴുതുന്നതും പറയുന്നതും പ്രദർശിപ്പിക്കുന്നതും നിരോധിക്കുക എന്നതായിരിക്കും. മലയാള ഭാഷയെ മാലിന്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടിയായിരിക്കും അത്. പറയരുത്, കേൾക്കരുത്, കാണരുത് കുഴിമന്തി. വലിയ വിവാദങ്ങളും ഇതുണ്ടാക്കിയിരുന്നു. പക്ഷേ ഈ സുനിൽ പി ഇളയിടത്തെ പോലെ അതേപോലുള്ള മറ്റു ചില ആളുകളൊക്കെ അനുകൂലിച്ചും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അല്ല, അത്തരം വാക്കുകളെ, ഭാഷയെ എപ്പോഴും മലിനമാക്കുന്നത് ആ ഭാഷയിൽ നിന്ന് മോശമായിട്ടുള്ള വാക്കുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്താണ്. നമ്മൾ ഇപ്പോൾ തെറിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതാരും എന്ത് ചെയ്യുന്നില്ല, ഭാഷയുടെ ഭാഗമായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ആ തെറിയായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തെമ്മാടിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നിക്ഷേപിക്കാനായിട്ടുള്ള വാക്കുകളായിട്ട് മാത്രമേ അതിനെന്ത് ചെയ്യുന്നുള്ളൂ, കണക്കാക്കുന്നുള്ളൂ. അതല്ലാണ്ട് ഭാഷയുടെ ഒരു പാർട്ടായിട്ടത് സ്വീകരിക്കപ്പെടുന്നില്ല. ഇവിടെ പക്ഷേ അതല്ല. ഈ കുഴിമന്തി എന്ന് പറയുന്നത് ആളുകൾ ദിവസം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, വാക്കെന്ന നിലക്കും അതേപോലെ തന്നെ ഭക്ഷണം എന്ന നിലക്കും. അപ്പോൾ അത് സുഖമല്ലാത്തതാണ് എങ്കിൽ, കാരണം ഇതിങ്ങനെ ഉപയോഗിച്ച് കുറേ കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പാർട്ടായിട്ട് മാറത്തീരും. അപ്പോൾ അതിനെങ്ങനെ ഒരു മാലിന്യത്തെ പൊലിപ്പിക്കുന്ന ഒരു അർത്ഥമുണ്ടെങ്കിൽ ആ സാധനത്തെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് പകരം ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്കുകൾ കണ്ടെത്തി ആ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ അതിൻ്റെ രുചിയും അത് ആസ്വദിക്കുന്ന എത്രയോ ആളുകളുണ്ട്. കാരണം വൻപിച്ച തോതിൽ അത് വിറ്റഴിക്കപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആസ്വദിക്കുന്നവർ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിന് കുറച്ചും കൂടി മെച്ചപ്പെട്ട, നമുക്കേവർക്കും സ്വീകാര്യമായിട്ടുള്ള, ആഹ്ലാദകരമായിട്ടുള്ള ഒരു പേര് അതിനെ നിർദ്ദേശിക്കുകയും ആ പേരിൽ പിന്നീട് അത് അറിയപ്പെടാനായിട്ട് തുടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. കുഴപ്പമെന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറയുമ്പോൾ മറ്റുള്ളവർ അതിനെ ചോദ്യം ചെയ്യും, എന്തിനു നിരോധിക്കണം? അത് സ്വാഭാവികം മാത്രമാണ്. അതങ്ങനെയല്ലാതെ ഒരു അഭിപ്രായ ഐക്യത്തിൻ്റെ പേരിൽ മലയാള ഭാഷയ്ക്കൊരു മാലിന്യ സ്വഭാവം നൽകുന്ന വാക്കാണത് എന്ന നിലയ്ക്ക് അതിനെ മാറ്റാനായിട്ട് തീരുമാനിച്ച നല്ല കാര്യമായിട്ട് വേണേൽ നമുക്ക് പരിഗണിക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊക്കെ ഓരോരുത്തർ, ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെയാണ്. നിങ്ങൾ എന്ത് കഴിക്കണം, എന്ന് കഴിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഭരണകൂടമാകരുത് എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ ബോധത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് മറുവശം ചോദിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഇപ്പോൾ ശാരദക്കുട്ടിയായി കഴിഞ്ഞാലും ശ്രീരാമനായി കഴിഞ്ഞാലും ഈ ഹിന്ദുത്വ വർഗീയതയുടെ വളരെ ശക്തമായ ആവശ്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തെയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ അവർ ഈ വാക്ക് വേണ്ട എന്ന് പറയുന്ന സമയത്തും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിനപ്പുറത്തേക്കുള്ള ഒരു സാധ്യത നമ്മൾ കണക്കാക്കി അതിൽ അങ്ങനെയുള്ള കുഴപ്പങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് വളരെ നല്ലതും സ്വീകാര്യവുമായിട്ടുള്ള വാക്കുകൾ അതിനു വേണ്ടി കണ്ടെത്തിയാൽ നല്ലതായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും വിഷുവിന് മെഹർ എന്ന് പറയുന്ന ആ സ്ഥാപനം നടത്തിയ പ്രയോഗം എന്ന് പറയുന്നത് ഇത്തിരി കടന്ന കൈ തന്നെയാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് ശരിയാണെന്ന് പറയാൻ ആരും മുന്നോട്ട് വരാത്തത് മഹാഭാഗ്യം എന്ന് കണക്കാക്കാം. പക്ഷെ അതിന് ആ ഉടമയെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിപ്പോൾ ഞാൻ പറയണത്, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ലോകത്തെവിടെയും മനുഷ്യൻ എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവൻ നിയമങ്ങൾ ലംഘിക്കുന്നവനാണെങ്കിൽ അവന് ശിക്ഷ കിട്ടും എന്ന് പറയുന്ന ഭയം നമുക്കുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് അവനെന്ത് ചെയ്യുള്ളൂ, നിയമത്തെ അനുസരിക്കുള്ളൂ. ആർക്കും നിയമത്തെ അനുസരിക്കാനായിട്ടുള്ള സ്വാഭാവികതയില്ല. നിങ്ങൾ തെരുവിൽ അല്ലെങ്കിൽ പൊതു ഇടത്ത് സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിഗരറ്റ് വലിക്കാതിരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ട് നിങ്ങൾ വലിച്ചാൽ നിങ്ങളെ പിടിച്ച് ജയിലിലിടുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ വലിക്കുന്നില്ല. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. നിയമം നമ്മൾ ഇമ്പോസ് ചെയ്യണം, അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിയമം ഒരിക്കലും സ്വയം ആളുകൾ എന്ത് ചെയ്യുന്നില്ല, സ്വാംശീകരിക്കുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്നതിന് പകരം നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നാട്ടിൽ കലാപം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരാൾ നിങ്ങൾ മാറുന്നു, നിങ്ങൾ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങളെ തൽക്കാലം പിടിച്ച് ജയിലിലിടുന്നു എന്ന് അയാളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കോടതി തന്നെ പല ഘട്ടങ്ങളിലും മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ഒരാൾ ആടിനെ മോഷ്ടിച്ചു, അയാൾക്ക് ശിക്ഷ കൊടുത്തു കോടതി. അങ്ങനെ ശിക്ഷ കൊടുക്കുന്ന സമയത്ത് കോടതിയുടെ പ്രതീക്ഷയും പ്രത്യാശയും എന്താണ്? ആടിനെ മോഷ്ടിച്ചാൽ ശിക്ഷിക്കണം എന്ന് മാത്രമല്ല, ആടുകൾ മേലാൽ മോഷ്ടിക്കപ്പെടാൻ പാടില്ല എന്നതുകൂടിയാണ്. അതാണ് ശിക്ഷയുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇയാൾ ഇത്തരത്തിൽ എന്താണ് നമ്മളുടെ കേരളീയമായിട്ടുള്ള ഇലയെടുത്ത് അതിനകത്ത് വിഭവങ്ങളൊക്കെ നിറച്ച് എന്നിട്ട് അതിൽ ഈ എന്താണ് കുഴിമന്തിയോ അല്ലെങ്കിൽ അതേപോലെയുള്ള സാധനങ്ങളൊക്കെ നിറച്ച് വെച്ച് അത് ഭഗവാൻ കൃഷ്ണൻ്റെ മുന്നിൽ ഭക്ഷണമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണ് അയാളെ ബോധ്യപ്പെടുത്തുക എന്ന് മാത്രമല്ല, ഇയാളെ പോലെ നാളെ മറ്റൊരാൾ അത് ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. ഇത് ഒരു 4-5-6 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഇങ്ങനെയുള്ളൊരു പോസ്റ്റർ വന്നിരുന്നെങ്കിൽ ഇപ്പം സംഭവിച്ച പോലുള്ള ഒരു വിവാദമാവുകയോ ഇദ്ദേഹം അറസ്റ്റിലാവുകയോ ഒന്നും ചെയ്യില്ല. കാരണം ഇന്നത്തെ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ ഇത് ഇത്രയും വലിയൊരു പ്രശ്നമായി തീരുന്നതിൽ കേരളത്തിൽ തന്നെ. അതിൻ്റെ കാരണം ഓരോ വർഷം കഴിയും തോറും നമ്മുടെ സമൂഹത്തിൻ്റെ പരിസ്ഥിതികൾക്കും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. സാമൂഹ്യ കാലാവസ്ഥകൾ മാറും, അതിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിലും മാറ്റങ്ങളുണ്ട്. ഇന്ന് ഇത് വോളട്ടൈൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും വേണമെങ്കിൽ കത്തുപിടിക്കാവുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. അതായത് ഇത്തരം വിഷയങ്ങൾ മാറിക്കഴിയുമ്പോൾ ഗൗരവത്തോടെ ശ്രദ്ധയോടെ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യരെ ഇടപെടാൻ പാടുള്ളൂ.